അങ്ങനെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്തിട്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ റൂം എവിടെയാണ്? ഗ്രീൻ മഷ്റൂം അല്ലേ? മഷ്റൂം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. നമ്മൾ വെൽക്കം ടു വയനാട് എന്നുള്ള അതിൻ്റെ അവിടെയായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു 200 മീറ്റർ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആയിരുന്നു നമ്മുടെ റൂം. അപ്പോൾ നമ്മളതാ വണ്ടികളൊക്കെ രണ്ടും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് റൂം. അപ്പോൾ ഇതാ വെളിയിൽ നല്ല കോടയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മേലിൽ ചെറുതായിട്ടൊക്കെ കോടയൊക്കെ ഉണ്ട്. നമ്മൾ ഈ കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നിരിക്കണം. ഓക്കെ, പൊറോട്ടയും മുട്ടക്കറിയും ഫുഡ് കഴിച്ചത് വൈകുന്നേരത്തെ. സീനു മീസ് ഒരാൾ വന്നിട്ടില്ല, അപ്പോൾ അയാൾക്ക് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൂം വന്നിട്ട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും എണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ സമയം 6:30 ക്ലൈമറ്റ് ഇതന്നെ ഗൈസ്. 6:30 ഇവിടുത്തെ ക്ലൈമറ്റ്. വലിയ കോടയൊന്നുമില്ല, മലനിരകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് വെക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അതാ നമ്മുടെ ഗ്യാങ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടേക്ക് പോകണം? ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഇനി വണ്ടി എടുക്കണം, വിടണം, അത്ര തന്നെ. ഇനി എന്നിട്ട് വന്നിട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യണം, പോവുകയാണ് അല്ലേ? അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബാണാസുര ഡാം കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ആയിട്ട് നടക്കേണ്ടത്. ഇപ്പോൾ പിള്ളേരതാ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് വന്നിട്ട് 40 രൂപയാണ്. അപ്പോൾ നമുക്ക് മേലിൽ ഡാമിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഫ്രണ്ടിൽ പോകുക. ഇപ്പോൾ ഇതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തതാ ഇതിനുള്ളിലേക്ക് എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മേൽക്കാൻ അപ്പോൾ നേരെ നമ്മൾ ഉള്ളിൽ കയറി കുറച്ച് നേരം നടന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അതിൽ കൂടെ കയറിയിട്ട് വേണം മേലേക്ക് പോകാൻ. മേലിൽ കൂടെ കയറി പോയിട്ട് വേണം നമ്മൾ ഡാമിൻ്റെ വ്യൂ കാണാൻ. അപ്പോൾ മേലെ കയറി ഇവിടുത്തെ ടോപ്പിത്തെ വ്യൂ ഇതാണ്. പിന്നെയും കുറച്ചും കൂടി ഉള്ളു അവിടെ. അതുവരെ നടന്നു വന്ന എത്തി. ഇപ്പോൾ ടോപ്പിത്തെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, വ്യൂ വന്നപ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ വ്യൂ ഉണ്ട്. നമ്മുടെ പിള്ളേർ പാട്ടൊക്കെ വെച്ച് വൈബാക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വ്യൂ കാണിച്ചു തരാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. മേലിലൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണല്ലോ, ഇങ്ങനെയാണ് വ്യൂ. അപ്പോൾ ഇതിൽ കൂടെ ഏറ്റവും വരെ നടക്കുക. അതന്നെ ഇപ്പോൾ കുറച്ച് ദൂരം നടക്കുക തന്നെ. നല്ല വെയിലുണ്ട്. എന്താ പറയുക, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇത്രയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ട്രാവലറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കുറേ പേര് വന്നിട്ടുണ്ട്. ഇനി കുറേ പേര് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ മലയത്തെ വ്യൂ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബോട്ടിങ് ഉണ്ട് തോന്നുന്നു. അത് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ അതിൽ കൂടെയാണ് വന്നത്. നമ്മൾ അതേ വരുമ്പോഴാണ് ഈ വ്യൂ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പിള്ളേർ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെയാണ്. ഇവിടെ നല്ല വെയിലാണ് അല്ലേ? നല്ല വെയിലുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കുറച്ച് പേരെ നിൽക്കണുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കന്നേരം അങ്ങോട്ട് പോകാം. പിള്ളേരതാ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ പോകാം. അപ്പുറത്ത് ഓപ്പോസിറ്റ്
ഡാമിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ വ്യൂ അങ്ങനെയൊന്നുമില്ല, ഒരു ആവറേജ് തന്നെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ടോട്ടലായിട്ടുള്ള വ്യൂ അങ്ങനെയൊന്ന് കാണിച്ചു തരാം. അതാകണല്ലേ നിൽക്കുമോ? ഇതാണ് ഇവിടുത്തെ മനോഹരമായ ഡാം, ബാണാസുര ഡാം. അപ്പോൾ നമ്മളങ്ങനെ ബോട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതാ ബോട്ട് വന്നിട്ട് അതാ നിൽക്കണം. അതാണ്ട ഇങ്ങോട്ട് വരുമോയെന്ന് അറിയില്ല. അവിടെ ബോട്ട്, ഒരു ബോട്ടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ട് തോന്നും. പിന്നെ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടെ പറയാൻ പോകണം. റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു, റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ, നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ അങ്ങോട്ട് എത്തുമ്പോഴതിന് കഴിക്കുമ്പോൾ നല്ല ഒരു വ്യൂ ആണല്ലേ. ഇതാണ് വ്യൂ. അവിടെയൊക്കെ നോക്കും, ബിൽഡിങ്ങൊക്കെ ആണല്ലേ, ബിൽഡിങ് കാണുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് നോക്കണ്ടേ. വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ. ചുറ്റോട് ചുറ്റും മലനിരകൾ.